എപ്പോഴുമുള്ള മൂക്കടപ്പിന് മൂക്കിൽ എപ്പോഴും തുള്ളിമരുന്ന് ഒഴിക്കാറുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു 3-4 മണിക്കൂർ കൂടുമ്പോൾ ഇത് ഒഴിച്ചില്ലെങ്കിൽ മൂക്കിലൂടെ ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥ. മരുന്നുകൾ കാരണം ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നത്തെ റീബൗണ്ട് കഞ്ചഷൻ എന്ന് പറയുന്നു. ഇതുമൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് OPയിൽ വരാറുമുണ്ട്. ഈ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം, ഈ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പ്രബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. വിട്ടുമാറാത്ത അലർജിയും എപ്പോഴുമുള്ള സൈനസൈറ്റിസും ഒക്കെ ഉള്ളവർക്ക് പലപ്പോഴും രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ് മൂക്കടപ്പ് കാരണം. ഇതിന് പലപ്പോഴും കണ്ടുപിടിക്കുന്ന ഒരു മാർഗം മൂക്കിൽ ഉപയോഗിക്കുന്ന തുള്ളിമരുന്നുകളാണ്. ഡോക്ടർമാർ തന്നെ മുമ്പ് എപ്പോഴെങ്കിലും ഇത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുമുണ്ടാവും. ഇത്തരം മൂക്കിലൊഴിക്കുന്ന മരുന്നുകളിലുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഡീകൺജസ്റ്റന്റ് നേസൽ ഡ്രോപ്സ് ആണ്. അത് ഓക്സിമെറ്റസോളിൻ അല്ലെങ്കിൽ സൈലോമെറ്റസോളിൻ തുടങ്ങിയ മരുന്നുകളാണ്. ഇത് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് ഒരിക്കലും ഒരു 5 മുതൽ 7 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ മൂക്ക് തുറക്കുന്നത് കൊണ്ട് രോഗികൾ പലപ്പോഴും ഇത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കുറേ കാലം കഴിയുമ്പോൾ മുമ്പൊക്കെ 2-3 പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിരുന്ന മരുന്ന് ഇപ്പോൾ 2 മണിക്കൂർ കൂടുമ്പോൾ ഒഴിച്ചാലേ മൂക്ക് തുറക്കുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് ഇത് മാറും. ഇതിനാണ് റീബൗണ്ട് കഞ്ചഷൻ അഥവാ റൈനൈറ്റിസ് മെഡിക്കമെന്റോസ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൈനൈറ്റിസ് മെഡിക്കമെന്റോസ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്, ഈ മരുന്ന് പൂർണ്ണമായും നിർത്താൻ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുത്ത് അത് നിർത്തലാക്കുക തന്നെ ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നിർത്താൻ സാധിക്കുമോ? ചില ആൾക്കാർക്ക് ഇങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആഴ്ചയിൽ നമ്മൾ എല്ലാ ദിവസവും 2-3 പ്രാവശ്യം ഈ മരുന്ന് ഉപയോഗിക്കുന്നെങ്കിൽ അത് ഉപയോഗിക്കുന്ന തവണകളൊന്ന് ആദ്യം കുറച്ചു വരാം. ഒരു 3 പ്രാവശ്യം ഉപയോഗിക്കുന്ന ആൾ അത് 2ആയി കുറയ്ക്കുക. പിന്നീട് ദിവസത്തിൽ 1 തവണയാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്ന് വലത്തെ മൂക്കിൽ മരുന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടത്തെ മൂക്കിൽ ഒഴിക്കാതിരിക്കാൻ ബോധപൂർവം ശ്രമിക്കുക. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ശീലിക്കുമ്പോൾ ഒരു 10 ദിവസം കൊണ്ടെങ്കിലും നമുക്കിത് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാലയളവിൽ ചെയ്യാവുന്നത് സലൈൻ നേസൽ ഡ്രോപ്സ് ഉപയോഗിക്കാം. മരുന്നൊന്നുമില്ലാത്ത ഉപ്പുവെള്ളം മൂക്കിന് യാതൊരു ദോഷവും ചെയ്യില്ല. അപ്പോൾ ചിലപ്പോൾ ഡ്രോപ്സ് ഒഴിക്കുന്നതിനേക്കാൾ സഹായകമായേക്കാവുന്നത് മൂക്കിലെ നേസൽ വാഷാണ്. ഈ നേസൽ വാഷ് എങ്ങനെ ചെയ്യാം എന്ന് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തീർച്ചയായിട്ടും കണ്ടു നോക്കണേ. ഉപ്പുവെള്ളം ഒരു വാഷ് ബേസിന്റെ മുന്നിൽ നിന്ന് മൂക്കിലൂടെ ഫ്ലഷ് ചെയ്യുന്ന രീതിയാണിത്. ഇതൊന്ന് 2-3 പ്രാവശ്യമായിട്ട് ഒരു 2-3 ആഴ്ച ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ റൈനൈറ്റിസ് മെഡിക്കമെന്റോസയ്ക്ക് പരിഹാരം കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത് കുറയുന്നില്ലെങ്കിൽ നമ്മൾ ഒരു ENT ഡോക്ടറെ ആദ്യം കാണുക. ENT ഡോക്ടർക്ക് ഈ ഒരു മൂക്കടപ്പിന്റെ കാരണം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കാൻ കഴിയും. മൂക്കിലെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയാൽ തന്നെ എന്താണ് മൂക്കിൻ്റെ ഉള്ളിലെ പ്രശ്നമെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഡോക്ടർ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ നിർദ്ദേശിച്ചേക്കാം. എന്നാൽ ഇത് ഈ ഡീകൺജസ്റ്റഡ് നേസൽ ഡ്രോപ്സിനോളം പ്രശ്നമുള്ള മരുന്നുമല്ല. അങ്ങനെ ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ച് ഈ ഒരു ഡിപ്പെൻഡൻസ് നമുക്ക് കുറച്ചെടുക്കുകയും ചെയ്യാം. കുറെ കാലം നീണ്ടു നിൽക്കുന്ന ഡിപ്പെൻഡൻസ് വന്നു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ചൊരു കാരണം നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കുന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു ENT ഡോക്ടറെ കണ്ട് മൂക്കിൽ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയാൽ ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂക്കിൽ എൻഡോസ്കോപ്പി എങ്ങനെ ചെയ്യാം, അതിനുവേണ്ടി എങ്ങനെ തയ്യാറെടുക്കാം എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിക്കുന്ന ഒരു വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ENT ഡോക്ടർ അലർജിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ മൂക്കിലടിക്കുന്ന സ്പ്രേ തന്നേക്കാം. അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള റീബൗണ്ട് കണ്ടീഷനാണ്, രോഗിക്ക് യാതൊരു തരത്തിലും മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉള്ളിലോട്ട് കഴിക്കുന്ന ചില മരുന്നുകളും ചിലപ്പോൾ ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പോൾ ഈ റൈനൈറ്റിസ് മെഡിക്കമെന്റോസ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിന്റെ ചികിത്സയും അതിലേറെ ബുദ്ധിമുട്ടാണ്. രോഗിക്ക് മാത്രമല്ല ഡോക്ടർക്കും ഇത് ചികിത്സിച്ച് മാറ്റാൻ പ്രയാസമായേക്കാം. അതുകൊണ്ട് കഴിയുന്നതും നേസൽ ഡ്രോപ്സ് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്താൽ ഒരു 5 മുതൽ 7 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നിർത്താൻ ശ്രദ്ധിക്കണേ. എപ്പോഴും മൂക്കിലൊഴിക്കുന്ന തുള്ളിമരുന്ന് ഉപയോഗിക്കുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.